എനിക്കിന്ന് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ദൈവം ശിക്ഷിക്കുന്നവനാണോ? അങ്ങനെയാണെങ്കിൽ ഈ ശിക്ഷയുടെ അളവ് എത്ര വരെയാണ്, എന്താണ് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ദൈവം, ഞാൻ ഇന്നലെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ചോദിച്ചു, ഇവിടുത്തെ ശുശ്രൂഷകരോടാണ് ചോദിച്ചത്, ദൈവം ശിക്ഷിക്കുന്നവനാണോ? ഒരാൾ പറഞ്ഞു, നന്മ ചെയ്താൽ ദൈവം രക്ഷിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നന്മ ചെയ്തില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ശിക്ഷിക്കും എന്നാണ് ഒന്ന് രണ്ട് പേര് അഭിപ്രായം പറഞ്ഞത്. അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, ദൈവം ശിക്ഷിക്കുന്നവനാണോ അല്ലയോ? ശിക്ഷിക്കുന്നവനാണെന്ന് അഭിപ്രായമുള്ളവരൊന്ന് കൈപൊക്കിക്കുക. ശിക്ഷിക്കുകയല്ലെന്ന് അഭിപ്രായമുള്ളവർ കൈപൊക്കിക്കുക. നല്ല ശതമാനം പേർക്ക് ശിക്ഷിക്കുകയല്ലെന്നുള്ള അഭിപ്രായമാണ്. പ്രിയമുള്ളവർ, ഈ അടുത്ത കാലത്ത് സൗദിയില് ഒരു രാജകുമാരനെ ഒരു കൊലപാതക കേസിൽ പിടിക്കാനിടയായത് നിങ്ങൾ പത്രത്തിൽ വായിച്ചോ? ഒരു രാജകുമാരൻ പിടിക്കപ്പെട്ടു. തന്റെ കൂട്ടുകാരനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഈ രാജകുമാരൻ പിടിക്കപ്പെട്ടത്. പിടിക്കപ്പെട്ട രാജകുമാരന് സൗദി രാജ്യത്ത് ഏറ്റവും നല്ലൊരു ശിക്ഷയാണ് കിട്ടിയത്, വധശിക്ഷ. ഒരു രാജകുമാരന് വധശിക്ഷ. എന്തായാലും പ്രിയമുള്ളവരെ, ആ രാജ്യത്ത് ഒരു കൊലപാതകം ചെയ്താൽ അതിനൊരു ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. മോഷണമാണെങ്കിൽ എന്ത് ചെയ്യും? കൈ മുറിച്ചു കളയും. അതുപോലെ വ്യഭിചാരം ചെയ്താൽ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരസ്യമായിട്ട് കഴുത്ത് മുറിച്ചു കളയും. ഇതൊക്കെയാണ് ശിക്ഷ. ആത്രി ശിക്ഷ ഇവിടെ വരികയായിരുന്നെങ്കിൽ പ്രിയമുള്ളവര്, അടുത്ത ഇലക്ഷന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞു, പല ആളുകളും കയ്യും കാലും കാണുകയില്ല. ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഈ അഴിമതിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ പിടിക്കപ്പെടുകയാണെങ്കിൽ പ്രിയമുള്ളവര്, നമ്മുടെ അവസ്ഥ എന്താ ഈ രാജ്യത്തിന്റെ? അപ്പൊ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുക. അപ്പോൾ ഈ രാജകുമാരൻ ഒരു കൊല ചെയ്തതുകൊണ്ട് അതിന് തുല്യമായൊരു ശിക്ഷ കിട്ടി. എന്താണ്? അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ രാജാവ് തന്നെ അതിന് സ്വയം സമ്മതിച്ചു, അവിടുത്തെ രാജാവ്. അപ്പൊ രാജകുടുംബത്തിൽപ്പെട്ട ബന്ധുമിത്രാദികളൊക്കെ ആഗ്രഹിച്ചു, ഈ രാജകുമാരന്റെ കാര്യം വരുമ്പോൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നു. ഒരു വിട്ടുവീഴ്ച അവിടുന്ന് കിട്ടിയില്ല. വിട്ടുവീഴ്ചയ്ക്ക് ഒരു സാധ്യത മാത്രമേ അവിടെ ഉള്ളൂ. ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ പിതാവോ മാതാവോ ഭാര്യയോ ആരെങ്കിലും എന്ത് ചെയ്യണം? ആ വധശിക്ഷ നടപ്പാക്കാതിരിക്കാൻ ഇപ്രകാരം പറയണം, ഞങ്ങൾ ഈ കുടുംബത്തിന് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ വധശിക്ഷയിൽ നിന്ന് മാറ്റം കിട്ടും. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ചപ്പോൾ ഒരു സംഭവത്തിൽ ഒരു മനുഷ്യനെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, കഴുത്തേൽ കയറല്ല ഇട്ട് നിർത്തിയിരിക്കാൻ, റെഡിയാക്കി നിർത്തിയിരിക്കുക. അയാൾ ഒരാളെ കൊന്നതാണ്. പ്രിയമുള്ളവരെ, ആ കൊല കാണാൻ വേണ്ടി വന്ന ഈ വധിക്കപ്പെട്ട വ്യക്തിയുടെ അമ്മ ആ കൊലക്കളത്തിലേക്ക് അല്ലെങ്കിൽ ആരാച്ചാരുടെ അടുക്കിലേക്ക് കയറി വന്നിട്ട് അവന്റെ ചെവിക്കുറ്റിക്കിട്ട് ഒറ്റ അടി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമ കൊടുത്തു. പക്ഷേ പകരമായിട്ട് എന്ത് ചെയ്തു? ഒരടി കൊടുത്തിട്ടാണ് പറഞ്ഞത്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവനെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആ വ്യക്തിയുടെ വധശിക്ഷ ഒരടി കൊണ്ട് മാറി. അവിടെയും എന്തു നടന്നു? ശിക്ഷ നടപ്പാക്കി. ആ തള്ളയുടെ മനസ്സിലുണ്ടായിരുന്ന വൈരാഗ്യവും വെറുപ്പും മുഴുവൻ ഒരു ശിക്ഷയായി ആ മനുഷ്യൻ ഏറ്റുവാങ്ങിയപ്പോൾ രാജ്യം കൊടുത്ത വലിയ വധശിക്ഷ വേണ്ടെന്ന് വെച്ചു. ഞാൻ അന്നേരം ഇങ്ങനെ ചിന്തിച്ചു, ഈ രാജകുമാരന്റെ കാര്യത്തിൽ ഞാൻ ചിന്തിച്ചു, ഈ രാജകുമാരൻ കൊന്നത് ഒരു നല്ല ക്രിസ്ത്യാനിയുടെ മകനെ ആയിരുന്നെങ്കിൽ ഇപ്പോഴും ഈ രാജകുമാരന് ജീവിക്കാൻ സാധിക്കുമായിരുന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ രാജകുമാരൻ കൊന്നത് പ്രിയമുള്ളവർ ഒരു നല്ല സത്യക്രിസ്ത്യാനിയുടെ മകനെ ആയിരുന്നെങ്കിൽ ഈ രാജകുമാരൻ ഇപ്പോഴും ജീവിക്കുമായിരുന്നു. കാരണം എന്താ?
ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ എന്തു പറയാൻ സാധിക്കൂ? ഒരു പാപം ചെയ്ത മനുഷ്യനോട് ഞാൻ ഉപാധികളില്ലാതെ ക്ഷമിച്ചു നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അതൊരു ക്രൈസ്തവനെ പറയാൻ സാധിക്കൂ. കാരണം എന്താണ്? അവന്റെ മനസാക്ഷിയിൽ, അവന്റെ സൈക്കോളജിയിൽ ഇതാ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കപ്പെട്ടിരിക്കുന്ന ആശയങ്ങളിൽ ഏറ്റവും പ്രധാനം ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന വെളിച്ചമാണ്. ആ ക്രിസ്തു വെളിച്ചം ലോകത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ആശയം എന്താണ്? പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും ചെറിയ വ്യക്തിയെ, ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കൊലപാതകത്തിന് വിധിച്ചിരിക്കുന്നത്, വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തെ ഏറ്റവും ചെറിയവന്റെ ഗതി എന്താ? ഒരു പാപത്തിൽ പിടിക്കപ്പെട്ടാൽ 100% വധശിക്ഷ. യേശുവിന്റെ രാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയവൻ, ഒരു വ്യഭിചാരിയായി പിടിക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തിയോട് യേശു എടുത്ത നിലപാടെന്താണ്? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയാത്തതിനാൽ ഇവരോട്. അങ്ങനെയാണെങ്കിൽ ഈ രാജകുമാരനെ വധിച്ചതൊരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ആ മാതാപിതാക്കന്മാർക്ക് എന്തു പറയാൻ സാധിക്കുമായിരുന്നു? ഇവൻ ചെയ്യുന്നത് എന്താണെന്നറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണം. അങ്ങനെ ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആര് വേണം? യേശു വേണം. അങ്ങനെ ഈ രാജകുമാരൻ കൊലക്കയറിൽ നിന്ന് പുറത്ത് ഇറങ്ങിയെന്ന് വിചാരിച്ചു. വധശിക്ഷയിൽ നിന്ന് പുറത്തു വന്ന് ഒരു കാലത്ത് അദ്ദേഹം ഒരു രാജ്യത്തിന്റെ രാജാവായാൽ അയാളുടെ മുമ്പിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരാൾ നിന്നാൽ അയാളുടെ മനസ്സിൽ ഏതാശയം ഉണ്ടാവും? കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവന്റെ മുമ്പിൽ ആ രാജാവിന് ഒരാശയം ഉണ്ടാവും. എന്തായിരിക്കും? എന്നെ പണ്ട് 2 പേരെ, ഒരാളെ വധിച്ചതിന് 2 പേര് കൂടി വെറുതെ വിട്ടത്. അങ്ങനാണെങ്കിൽ ഇവനെയും വെറുതെ വിടും. അങ്ങനാണെങ്കിൽ ഈ ഒരു വെളിച്ചം ഈ മനുഷ്യനിലേക്ക് കയറണമെങ്കിൽ യേശുവിന്റെ സുവിശേഷം വഴി മാത്രമേ ഈ ആശയം കൊണ്ട് കയറത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കുക, ലോകത്തിലെ പാപം മുഴുവനും ഇതാ വെറുതെ വിടപ്പെട്ടുകൊണ്ട് ശിക്ഷകളിൽ നിന്ന് ലോകത്തെ വിമുക്തമാക്കണമെങ്കിൽ ഓരോ ഹൃദയങ്ങളും ആരെ സ്വീകരിച്ചിരിക്കണം? യേശുവിനെ സ്വീകരിച്ചിരിക്കണം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കെല്ലാത്തിനെയും ശിക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിള്ളേരെ ശിക്ഷിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? കൈവക്കി. നിങ്ങളുടെ പിള്ളേര് ഇതാ അളമാരുടെ മേളിൽ കയറി സാധനം വരിച്ച് താവിട്ടിട്ടു, എല്ലാ ഗ്ലാസ്സോടെ പൊട്ടിപ്പോയി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഞാൻ നിന്നെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും അമ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൈപൊക്കെ ഇവിടെ. ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചിട്ട് 5 വയസ്സുള്ള കൊച്ച് അല്ലെങ്കിൽ 6 വയസ്സുള്ള കൊച്ച് 10 വയസ്സ് താഴെയുള്ള കുട്ടികൾ കാണിച്ച് ഏതെങ്കിലും തെറ്റിന് അവൻ ഓടി രക്ഷപ്പെട്ടതല്ലാതെ, പ്രിയമുള്ളവരെ, ഒരു ഉപാധിയുമില്ലാതെ വെറുതെ വിട്ട് ഏതെങ്കിലും സംഭവമുള്ള ഏതെങ്കിലും വ്യക്തികളോട് എന്നെ കണ്ടെന്ന് പറയണം. ഇവിടുത്തെ ഏറ്റവും നല്ല പ്രൈസ്തലോട് പറയുന്ന അമ്മച്ചി പോലും എന്താണ്, പിള്ളേരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഭാവവ്യത്യാസം വരുമ്പോൾ കാര്യങ്ങൾ തകൃതിയായിട്ട് നടക്കും. ഒരിക്കലും ഞാനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എനിക്ക് രാത്രി 12 മണിക്കാണ് ഫോൺ വന്നത്. രാത്രി 12 മണി. രാത്രി 12 മണിക്ക് ഫോൺ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? ഉടനെ അന്ന് ഞാൻ അച്ഛനാണ്. അച്ഛൻ ഇന്ന് രാത്രിയിൽ ഇപ്പോൾ തന്നെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം വരണം, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം? ഈ കുടുംബം തകർന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ആ തകർന്നതിന്റെ ഒരു മൂല നിങ്ങൾ പിടിച്ചോ, ഞാൻ വെളുപ്പിനെ ഞാൻ വാങ്ങി വന്നേക്കാവുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയായപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ ചെന്നു. ഞാൻ ചോദിച്ചു എന്താണ് വിഷയം?
അമ്മ നെഞ്ചത്തിനിട്ട് 4 അല അലച്ചു. 4 അടി അടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ കുറെ ദിവസമായിട്ട് ശ്രദ്ധിക്കുകയാണ്, ഇവൾ ഇവിടെ ഇരിക്കുന്ന ഫോൺ ഊരിയെടുത്തിട്ട് അവളുടെ മുറിയിൽ കൊണ്ട് പലപ്പോഴും വെക്കുന്നുണ്ട്. എന്താണ് സംഭവം? ഞങ്ങൾ പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന ഫോൺ പലപ്പോഴും ആ മുറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരേണ്ടി വരുന്നു. ഇത് പിശാചിന്റെ പ്രവർത്തനമായിട്ടാണ് മനസ്സിലായിരുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയിൽ അബദ്ധത്തിന് ഒരു 11 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ കുശു 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 എന്നൊരു ഒച്ച കേട്ടു. അപ്പൊ ഞാൻ ആ വാതുക്കൽ ചെവി ഓർത്ത് നിന്നപ്പോൾ ആരോടോ ഇവൾ സംസാരിക്കുകയാണ്. ഞാൻ കൊട്ടി വിളിച്ചു. അപ്പോൾ അവൾ രാത്രിയിൽ ഒരു 11 മണിയായപ്പോൾ ഏതോ ഒരു ചെറുക്കനുമായിട്ട് ഫോണിൽ സംസാരിക്കുകയാണ്. എന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. അപ്പോൾ അടിയങ്ങോട്ട് തുടങ്ങി. അപ്പുറത്ത് കിടന്നിരുന്ന് ഇതുപോലത്തെ ഫാനിന്റെ വയറെടുത്ത് 2-3 അടിയൊക്കെ അമ്മ കൊടുത്തു, ബാക്കി അപ്പം കൊടുത്തു. അവള് മോങ്ങിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. രണ്ടാം ഘട്ടം പരിപാടിക്ക് അവർ ആരംഭിക്കുകയാണ് എന്റെ സാന്നിധ്യത്തിൽ. പെണ്ണിനെ വിളിച്ചു നിർത്തി ചീത്ത പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? ഞാൻ ആ പെണ്ണിനെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞു, മിക്കവാറും ദിവസം കള്ളു കുടിച്ചിട്ടാണ് അപ്പൻ വീട്ടിൽ വരുന്നത്. അമ്മ എരേന്ന് പറഞ്ഞുകൊണ്ട് എന്നും എന്നെ പറഞ്ഞാലും രാവിലെ മുതൽ അപ്പൻ ഇടിച്ചതിന്റെ കാര്യവും അപ്പൻ കള്ളു കുടിച്ചതിന്റെ കണക്കിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽ അപ്പൻ ഇറങ്ങിപ്പോയാൽ അന്നേരം മുതൽ അമ്മ ഇങ്ങനെ ഒച്ചപ്പാടാണ്. ഇങ്ങനെ യാതൊരു സമാധാനാന്തരീക്ഷവും ഇല്ലാത്ത വീട്ടിൽ ഒത്തിരി മനപ്രയാസവും ദുഃഖവും ഉള്ളതുകൊണ്ട് ഞാൻ മനപ്രയാസവും ദുഃഖവും പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പൊ ഞാൻ ഈ ഫോൺ എടുത്ത് വിളിച്ചാൽ ഉടനെ അമ്മ ചോദിക്കും, ആരെയാടി വിളിക്കുന്നത്? അതുകൊണ്ട് പിന്നെ ഫോൺ താഴ്ത്തി നോക്കും. പിന്നെ മനസമാധാനത്തോടെ ഈ കാര്യങ്ങളൊക്കെ വീട്ടിലെ പ്രയാസവും ദുഃഖമൊക്കെ ഒന്ന് പറയാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 11 മണി മുതൽ 4 മണി വരെയുള്ള സമയമാണ്. ഈ സമയത്ത് അച്ചായൻ പൂസായി കിടന്നുറങ്ങും. അമ്മയ്ക്ക് 2 ഇടി കിട്ടിയിരിക്കുന്നുണ്ട്, ഒരു മയക്കം കിട്ടും ആ സമയത്ത്. ആ മയക്കത്തിൽ അമ്മയും കിടന്നുറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ ചെറുക്കനോടൊന്ന് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, പ്രേമമല്ലെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ പാതിരാത്രിക്ക് നമ്മൾ പറഞ്ഞാൽ പിന്നെ പ്രേമമല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തായാലും പ്രിയമുള്ളവരെ, ഈ ഇടിയാണ് അവൾക്ക് ശിക്ഷ കിട്ടി. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നിന്നെ ഈ മാതാപിതാക്കന്മാർ ഉപദ്രവിച്ചതിൽ നിനക്ക് വിഷമമുണ്ടോ? അവൾ പറഞ്ഞു വിഷമം ഇല്ലെന്ന്. അതെന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. ഞാൻ ചോദിച്ചു അതെന്താണ്? അന്നേരം പറഞ്ഞു, ഈ ശിക്ഷ ഏറ്റുവാങ്ങാൻ സത്യത്തിൽ ഞാൻ അർഹയാണ് എന്ന് അവളും പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ആകപ്പാടെ പ്രതിസന്ധിയിലായി. ഇവള് ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്, മറ്റവര് ശിക്ഷിക്കാൻ തയ്യാറാണ്. ഇനി എനിക്കവിടെ എന്താണ് പാട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചോദിച്ചു, നിനക്ക് ഇവനുമായിട്ട് ഇപ്പൊ എന്തോ മാനസികമായിട്ട് ചെറിയ അടുപ്പം പോലെ തോന്നുന്നുണ്ടോ? ഉടനെ പറഞ്ഞ ചെറിയൊരു അടുപ്പം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെയെങ്ങാനും സംഭവിച്ചു പോയാൽ നിന്റെ പേരൻസിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലായോ? ഉടനെ പറഞ്ഞു, അത് ഇന്നലെ രാത്രി മനസ്സിലായി, ഇത്രയൊന്നും ചിന്തിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് ഇതിവിടെ കൊണ്ടങ്ങ് അവസാനിപ്പിച്ചാലോ? അത് ഇന്നലെ കൊണ്ട് തന്നെ നിർത്തി. ഞാൻ ചോദിച്ചു, കയ്യിൽ ഇതിന്റെ വല്ല അടയാളങ്ങളുണ്ടോ? ഉടനെ ഇങ്ങനെ ഞെക്കിയാൽ ഒച്ച കേൾക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു പക്ഷിക്കൂട് പോലൊരു സാധനം. ഞാൻ ആ പക്ഷിക്കൂട് പോലെയുള്ള സാധനം എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, ഫോട്ടോയോ വല്ലതും ഉണ്ട്? ഫോട്ടോ ഒന്നുമില്ല, ഇതേ ഉള്ളൂ. ഇത് കാണുമ്പോഴാണ് വിളിക്കണം തോന്നൽ. ഞാൻ ആ പക്ഷിക്കൂടും തോളെ വെച്ചോണ്ട് പ്രിയമുള്ളവരെ ഇങ്ങ് പോന്നു. അപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവൾ കാര്യമായ ഒരു തെറ്റ് സത്യത്തിൽ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഈ സംഭവത്താൽ പിടിക്കപ്പെട്ട ഈ വ്യക്തിയെ വെറുതെ വിടാൻ ഇവരുടെ മാതാപിതാക്കന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പൊ അവർ ക്രിസ്ത്യാനിയാണോ? ആണോ? അല്ല. അപ്പൊ നിങ്ങള് 1-2 പ്രാവശ്യമെങ്കിലും ഭീകരമായ തെറ്റ് ചെയ്യുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? നിരപരാധിയായി വിട്ടയച്ചാൽ മാത്രമേ അവന്റെ തലയ്ക്കകത്ത് എന്ത് കിട്ടത്തുള്ളൂ? വെളിച്ചം കിട്ടത്തുള്ളൂ. കുറ്റം ഏറ്റുപറയുന്ന വ്യക്തിയെ നിരപരാധിയായി വിട്ടയച്ചാൽ മാത്രമേ അവന്റെ തലയ്ക്കകത്ത് എന്ത് കിട്ടത്തുള്ളൂ? വെളിച്ചം കിട്ടത്തുള്ളൂ. എന്ത് വെളിച്ചം? യേശു. ഇതിപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളിൽ പലരും ശിക്ഷിക്കുന്ന സ്വഭാവമുള്ളവരാണ്. അതിന് കാരണം എന്താ?
നിങ്ങൾ കന്യകമറിയാമന്റെ മകളായിട്ടോ മകനായിട്ടോ ജനിച്ചതല്ല. നിങ്ങളുടെ പേരൻസിന്റെ സ്വഭാവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാനൊരു ടീച്ചർ എന്ന നിലയിൽ, ഒരു വൈദികരോ ടീച്ചറുമാണല്ലോ, എന്റെ കൂടെ പഠിക്കാൻ വരുന്ന എല്ലാവർക്കും ഞാൻ കിഴുക്കാറുണ്ട്. അതെന്റെ ഒരു സ്വഭാവമാണ്. അത് മദ്ബഹായി വെച്ചാണേലും കുർബാനക്കിടയ്ക്ക് ഞാനിങ്ങനെ ചെറിയ കിഴുക്ക് കിഴും. അപ്പൊ പിള്ളേരിപ്പോ അതനുസരിച്ചാണ് പരിശീലിച്ചത്. അപ്പൊ എന്റെ കൂടെയുള്ളൊരു ശമാശം പറഞ്ഞ് അത് തിരുമേനിയുടെ സൗകര്യത്തിന് ഞാൻ തന്നെ ഇങ്ങനെ ആടിയാടി കൊടുക്കും. അതാകുമ്പോൾ വലിയ പ്രശ്നമില്ല, വേദനയില്ലാതെ അങ്ങ് പൊക്കോളൂ ഈ കാര്യങ്ങള്. എന്തായാലും കിഴുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ചെറുതായിട്ട് അങ്ങ് ആടിക്കൊടുത്തേക്കാൻ വലിയ പ്രശ്നം ഉണ്ടാകാതെ വേദനയില്ലാതെ ആ കാര്യങ്ങൾ അങ്ങ് തീർന്നു നോക്കുമ്പോൾ. അപ്പൊ സത്യത്തിൽ ഈ കിഴുക്ക് എവിടുന്നാണ് എനിക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ, എന്നെ ആദ്യം ആശാങ്കളിൽ പഠിപ്പിക്കാൻ ഒരു നല്ല ആശാൻ വന്നു. അപ്പൊ ഈ ആശാൻ വന്ന സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. അന്ന് പുള്ളിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു, 10-100 രൂപയും കൊടുത്തതുകൊണ്ട്, ദക്ഷിണയും കൊടുത്തതുകൊണ്ട് അന്നത്തെ ദിവസം ആ എഴുതിച്ചെന്ന പുള്ളിക്ക് നല്ല സ്നേഹമായിരുന്നു. അതിനുശേഷം പറഞ്ഞു, അത് ഇന്നടത്തൊരു വീടുണ്ട്, അങ്ങോട്ട് പോന്നാൽ മതി, അവിടെ വെച്ച് അക്ഷരം പഠിപ്പിച്ചോളാം. അവിടെ വെച്ച് നല്ലതായിട്ട് എഴുതിയാലും കൊള്ളാം, മോശമായിട്ട് എഴുതിയാലും കൊള്ളാം, പുള്ളി നമ്മളെ പിടിച്ച് കിഴുക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു ടീച്ചറുടെ ജീവിത ദൗത്യമാണ് എന്താണ്? പഠിപ്പിക്കുക, കിഴുക്കുക, പഠിപ്പിക്കുക, കിഴുക്കുക. നമ്മുടെ അബോധ മനസ്സിൽ ആശാൻ ആണ് നമ്മുടെ മനസ്സിൽ കയറിയിരിക്കുന്നത്. ആശാന് ശേഷം പിന്നെ വന്നതൊരു ചാക്കോ സാറാണ്. അത് യാക്കോക്കാരനാണ്, നീ അടുത്ത കാലത്താണ് മനസ്സിലായത്. ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ, പ്രിയമുള്ളവരെ, ആ ചാക്കോ സാർ നമ്മുടെ ഒരു പള്ളിയുടെ ഒരു മെമ്പറാണ്. ആ ചാക്കോ സാറിന്റെ പരിപാടി വരാന്തയിൽ നിന്നാൽ ചുമ്മാ പിടിച്ച് കിഴുക്കും. എന്നിട്ട് പറയും, പോയി താഴെ ഇറങ്ങി കളിക്കടാന്ന് പറയും. കളിക്കുന്ന ഗ്രൗണ്ടിൽ നിന്നാൽ എന്ത് ചെയ്യും? ഒരു കിഴുക്ക് കിഴുക്കേച്ച് പറയും, പോയി ക്ലാസ്സിൽ പോയിരിക്കാന്ന് പറയും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതുപോലത്തെ ട്രെയിനിങ് കിട്ടി എനിക്ക് ഇതാ പഠിപ്പിക്കാൻ ഒരുങ്ങിയാൽ ഉടനെ എന്താണ് കിഴുക്കണമെന്നുള്ള തോന്നൽ വരും. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മൈൻഡിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക മൈൻഡ് സെറ്റിംഗ് ആണ് ശിക്ഷ എന്ന് പറയുന്നത്. ഇങ്ങനത്തെയുള്ള സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ, ഇതാ ദൈവം മനുഷ്യനായിട്ട്, ടീച്ചറായിട്ട്, അമ്മയായിട്ട്, അപ്പനായിട്ട്, രക്ഷകനായിട്ട് ഭൂമിയിലേക്ക് വരും. രാഷ്ട്രീയ നേതാവായിട്ട് എല്ലാമായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളിലും വിശ്വസിച്ച് ജീവിക്കുന്ന എല്ലാവരുടെയും മൈൻഡ് സെറ്റിങ്ങിനകത്ത് കിടക്കുന്നത് ശിക്ഷ, ശിക്ഷ, അതാ കിടക്കുന്നത്. അതുകൊണ്ട് വെറുതെ വിട്ടാൽ പോലും വെറുതെ പോകാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ടാണ് കർത്താവിന് നമ്മളെ പല മേഖലകളിലും സുഖപ്പെടുത്താൻ സാധിക്കാത്തത്. നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും ഓർക്കും, എല്ലാം ക്ഷമിച്ച് കാണാൻ സാധ്യതയില്ല. പ്രിയമുള്ളവർ, യേശുക്രിസ്തു എന്റെ പാപങ്ങളെ മുഴുവൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എനിക്കിപ്പോ പാപമില്ലെന്നാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനോഭാവം എങ്ങനെ ആയിത്തീരേണ്ടതാണ്? ഒരു യേശുവിന്റെ മനോഭാവം പോലെ ആയിത്തീരേണ്ടതാണ്. എന്നെ വിമോചിപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ മറ്റുള്ളവരെ വിമോചിപ്പിക്കും. അപ്പൊ നമുക്ക് യേശുക്രിസ്തുവിന്റെ മനോഭാവം, ക്ഷമിക്കാൻ പറ്റുക, സ്നേഹിക്കാൻ പറ്റുക, സഹിക്കാൻ പറ്റുക, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ മുൻകാലങ്ങൾ നമ്മുടെ മൈൻഡ് സെറ്റിങ്ങിനകത്ത് കയറിക്കൂടിയിരിക്കുന്ന ശിക്ഷ എന്ന ചിന്താഗതി അവിടെ നിന്ന് പൊളിച്ചെഴുതപ്പെടണം. അവിടെ ആര് വരണം? അവിടെ യേശു വരണം. അവിടെ യേശു വരണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏദൻ തോട്ടത്തിൽ ഇന്ന് പുറത്തു കിടക്കപ്പെട്ട ശേഷം 2 വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാരാണ്? ഒന്ന് ഹാബേൽ, മറ്റൊന്ന് കായൻ. ഒന്ന് ഹാബേല്, മറ്റൊന്ന് കായൻ. അപ്പൊ 2 പേരുണ്ടെങ്കിൽ അവിടെ ഒന്ന് കായേനും ഒന്ന് ആരായിരിക്കും? ഹാബേലുമായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ 2 പേരുള്ള ഒരു സ്ഥാപനം എന്ന് പറയുന്ന കുടുംബമാണ്, ഭാര്യയും ഭർത്താവും. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഭാര്യ കായേനായിരിക്കും, ഭർത്താവ് ഹാബേലായിരിക്കും. ഇല്ലെങ്കിൽ ഭർത്താവ് കായേനായിരിക്കും, ഭാര്യ ഹാബേലായിരിക്കും. അപ്പൊ 2 പേരും ഇവിടെ നിൽക്കുകയാണ്. ഹാബേലും ഉണ്ട്, കായേനും ഉണ്ട്. 2 പേരും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, ഒരു ഭൂമിയിൽ ജീവിക്കാൻ തീരുമാനിച്ചു.
100% ഉറപ്പായിട്ട് ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിരിക്കും? ആരാരെ കൊല്ലും? കായന് ഹാബേലോട് ജീവിക്കാൻ പോവുക. ഇപ്പൊ തൂത്തുട്ടി ചാപ്പലിൽ കായനെയും ഹാബേലിനെയും കൊണ്ട് താമസിപ്പിച്ചിരിക്കുക ഒന്നിച്ച്. 10 വർഷത്തിനുള്ളിൽ തൂത്തുട്ടി ചാപ്പലിൽ ഒരു കൊലപാതകം നടന്നിരിക്കും. ഇതാ പ്രശ്നം. ആരാരെ കൊല്ലും? കായൻ ആരെ കൊല്ലും? ഹാബേലിനെ ഉറപ്പായിട്ട് കൊല്ലും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പാപങ്ങളൊക്കെ ഉപേക്ഷിച്ചു, കുമ്പസാരിച്ചു, ധ്യാനം കൂടി, യേശുവിന്റെ മനോഭാവത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു. നിങ്ങളെ എന്ത് പേര് വിളിക്കാം? ഹാബേൽ. ഇതിനപ്പുറത്തൊരു കായേനുള്ളിടത്തോളം കാലം നിങ്ങളുടെ കാര്യം പോക്കടിക്കും. ഇവിടെ ധ്യാനം കൂടി തിരുവചനം കേട്ട് ഒരു പെങ്കൊച്ച് തീരുമാനിച്ചിരിക്കുക, എന്തായാലും ഞാന് നല്ല കുമ്പസാരിച്ചൊരുങ്ങി ഭർത്താവിനെ നല്ലോണം ബഹുമാനിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കല്യാണം കഴിച്ച് പോയാൽ ആരുടെ കൂടെയാ പോകാൻ പോകുന്നത്? കായന്റെ കൂടെ. ഇവളുടെ കാര്യം എന്ത് ചെയ്യും? ഇവളുടെ കാര്യത്തിൽ തീരുമാനമായി. സൂപ്പർ ഇടി കിട്ടി കഴിയുമ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ ഒന്ന് പറയും, ഇവിടുത്തെ ധ്യാനം ഒന്നും എഫക്ട് ചെയ്തില്ല, നിങ്ങൾ വേണ്ട പോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. എന്നോട് പിണങ്ങിപ്പോയ ആളുകളെ പോലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ചില പിള്ളേര് നല്ല ഇടി കിട്ടാൻ തുടങ്ങുമ്പോൾ ഇവിടെ വന്നേച്ച് പറയും, എന്നാലും കല്യാണത്തിന് മുമ്പ് തിരുമേനിയൊക്കെ ശരിക്ക് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് വേണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെ പറയണ്ടായിരുന്നു, ഇതുപോലത്തെ ഇടി കിട്ടുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു, എന്നിട്ടും ഒന്നും മിണ്ടിയില്ല, എനിക്ക് കിട്ടിയ ഇടി മുഴുവൻ കിട്ടുകയാണ്. പ്രിയമുള്ളവരെ, ഹാബേലിന് ജീവിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കായന്റെ നെഞ്ചിൽ വെളിച്ചം കയറണം. ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണ്. നീ എത്ര നല്ലവനായി ജീവിക്കാൻ ശ്രമിച്ചാലും പ്രിയമുള്ളവരെ, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. കാരണം നിന്റെ അപ്പുറത്തൊരു കായനുള്ളിടത്തോളം കാലം നിന്നെ എന്ത് ചെയ്യും? അവൻ വധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി പാപവിമോചനം സ്വീകരിച്ച് യേശുവിന്റെ രക്ഷ അനുഭവിച്ചാൽ അവൻ ആദ്യം ചെയ്യേണ്ട കാര്യം അവന്റെ നിലനിൽപ്പിന് വേണ്ടി കായന്റെ ഹൃദയത്തിൽ വെളിച്ചം കൊടുക്കാൻ തീരുമാനിക്കണം. ഇല്ല, നമുക്ക് രക്ഷയില്ല. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിഷ്കളങ്കനായി യേശുവിന്റെ ശക്തിയോടെ രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് പിശാചിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ദൈവരാജ്യ അനുഭവങ്ങളിൽ ഈ ഭൂമി ജീവിക്കണമോ? നീ എന്ത് ചെയ്യണം? സുവിശേഷം കൊടുത്ത് ലോകത്തെ വെളിച്ചമുള്ളവരാക്കി തീർത്തില്ലെങ്കിൽ നിന്റെ കാര്യം വെള്ളത്തിൽ വരച്ച വര പോലെ. ക്രിസ്ത്യാനികൾ എപ്പോഴാണോ സുവിശേഷ ശുശ്രൂഷയിൽ നിന്നും അപ്പോസ്തലന്മാർ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്നും പിൻവാങ്ങിയത്, പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ക്രൂരന്മാരായി മനുഷ്യർ ക്രൈസ്തവരെ അപ്പം പോലെ തിന്നെടുക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഓരോ മേഖലയിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്? നമ്മൾ ആ മേഖലയ്ക്ക് വേണ്ടി പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ നേരത്തെ മുതൽ അവരുടെ മാനസാന്തരത്തിനും അവരുടെ അഭിഷേകത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും അസ്വസ്ഥതകൾ തോന്നിത്തുടങ്ങിയാൽ ആ മേഖലകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ബോംബെയിലെ കല്യാൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രം സ്ഥാപിച്ചു. മാത്യു നായക്കൻ പ്രബലിച്ചൊരിക്കൽ എന്നെ കണ്ട പറഞ്ഞു, അവിടെ ആ മേഖലയിൽ ഒരു ധ്യാന കേന്ദ്രം സ്ഥാപിച്ചു. ധ്യാന കേന്ദ്രം സ്ഥാപിച്ചതോടുകൂടി പ്രിയമുള്ളവരെ, അവിടെയല്ല ഈ ദാതാമാരുള്ള സ്ഥലമാണ്, ഭയങ്കര ഉപദ്രവങ്ങൾ. അങ്ങനെ അനേകം നാളുകൾ മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. ധ്യാനകേന്ദ്രം നിലനിർത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്നും ആക്രമണങ്ങൾ, അസ്വസ്ഥതകൾ, പിരിവുകൾ, ഇങ്ങനെ പ്രശ്നങ്ങളാണ്, അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ പറയുകയായിരുന്നു, ഞങ്ങൾ അനേകം നാളുകൾ പ്രാർത്ഥിച്ചു, അങ്ങനെ കുറേയേറെ എതിർപ്പുകൾ പോയി. അവസാനം
ഒത്തിരി കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അതിന്റെ നേതാവിന് മാത്രം മാനസാന്തരം ഉണ്ടായില്ല, ബാക്കിയൊക്കെ മാനസാന്തരം ഉണ്ടായി. ഒരു ദിവസം തോക്കും കൈ പിടിച്ചോണ്ട് നേതാവ് പോയതാണ്. എളിയിലിരുന്ന് തോക്ക് പൊട്ടി വയറ്റിനകത്തോട്ട് വെടികൊണ്ട് ഉള്ളി മരിച്ചും പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം ശാന്തമായി. അപ്പൊ പ്രിയമുള്ളവരെ, എന്നിട്ട് പറഞ്ഞു അത് ദൈവത്തിന്റെ പദ്ധതിയാകാൻ സാധ്യതയില്ല, അയാളുടെ കൈ വന്ന് പറ്റിയ അബദ്ധമാണ്. പക്ഷേ ഒരുപക്ഷെ അബദ്ധം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. എന്ത് ചെയ്തിരുന്നെങ്കിൽ? സുവിശേഷം കേട്ടിരുന്നെങ്കിൽ, വെളിച്ചം കയറിയിരുന്നെങ്കിൽ. അപ്പോ നമ്മുടെ ഇടയിൽ വെളിച്ചം വരുത്താൻ വെളിച്ചം കിട്ടിയവർ പരിശ്രമിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനി, ഒരു സുവിശേഷകനായി മാറണം. തിരുവചനം സ്വീകരിക്കണം, യേശുവിനെ സ്വീകരിക്കണം. യേശുവിന്റെ മനോഭാവം അനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം. ആദാമും ഹവ്വായും പാപം ചെയ്ത് അവരുടെ വെളിച്ചം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. എന്ത് സംഭവിച്ചു? കായേൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ജനിച്ചു. അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിന്റെ വെളിച്ചമില്ലാത്ത ഒരപ്പനും അമ്മയും ഇപ്പൊ ഈ ധ്യാനകേന്ദ്രത്തിൽ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു. വചനവും അഭിഷേകവും ഇല്ലാത്തവരിയ്ക്കുക. എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഒരു കൊച്ചുണ്ടായി. നിങ്ങൾ ആ വചനവും വെളിച്ചവും ആ കൊച്ചിന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. ഉണ്ടായാലല്ല കൊടുക്കാൻ പറ്റത്തുള്ളൂ, കൊടുക്കാൻ പറ്റുകയില്ല. വെളിച്ചമില്ലാതെ അവൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണ്? വെളിച്ചം എന്ന് പറഞ്ഞാൽ സ്നേഹം, വചനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതൊന്നുമില്ലാതെ ഈ കുഞ്ഞ് വളരുകയാണ്. ദൈവവിശ്വാസം അവന് കൊടുക്കാൻ പറ്റിയില്ല. എന്നാ സംഭവിക്കാൻ പോകുന്നത്? ഇവൻ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ ആരുടെയോ കഴുത്തേൽ ഒരു കൊലക്കയറ് കയറിയിരിക്കുക. അതാരുടെ ആയിരിക്കും? ഈ കൊച്ച് ജനിച്ചപ്പോൾ ഇതുവരെയും ജനിച്ചിട്ടില്ലാത്ത ഒരു പെങ്കൊച്ചിന്റെ, ഒരു ആങ്കൊച്ചാണ് ജനിക്കുന്നതെങ്കിൽ ഇതുവരെയും ജനിച്ചിട്ടില്ലാത്ത പെണ്ണിന്റെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവരുടെ കൊച്ചിന്റെ തലയിൽ എന്ത് കയറിയിരിക്കുക? കുരിശ് കയറി. നിങ്ങളുടെ അച്ചായനും അമ്മയും, ഇപ്പൊ അച്ചായൻ കള്ളു കുടിക്കുന്ന ആളാണ്, വീട്ടിൽ കിടന്ന് അടിപിടി കൂടുന്ന ആളാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ അടി, ഡൈവോഴ്സിന്റെ വക്കിലാണ് നിൽക്കുന്നത്. വിചാരിച്ചു നിങ്ങളുടെ മകൻ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മിപ്പിച്ചു, നിങ്ങളുടെ കൊച്ച് കണ്ടുപഠിക്കാൻ പോകുന്ന എന്താണ്? ഇതാ വെളിച്ചം കിട്ടിയിട്ടില്ല. ആ 5 വയസ്സുള്ള കൊച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ഒരുപക്ഷെ ഇപ്പോൾ അമ്മയുടെ ഉദരത്തിൽ കിടപ്പുണ്ടായിരിക്കും. ആ കൊച്ചിന്റെ, അത് ഹാബേലായിരിക്കും ചിലപ്പോൾ, നല്ല ദൈവവിശ്വാസമുള്ള കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളരാൻ പോവുക. ആ കൊച്ചിന്റെ കുരിശ് ഇവിടെ രൂപപ്പെട്ടിരിക്കുക. ഈ കുരിശ് ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇപ്പൊ രൂപപ്പെട്ടിരിക്കുക. എത്ര വർഷം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ കുരിശ്? ഒരു 10, 20, 22, 23 വർഷം എടുക്കും. അതുവരെ ഈ കുരിശ് എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് വളരും. എന്നിട്ട് ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ, വെളിച്ചമുള്ള ഈ കുഞ്ഞിന്റെ ജീവിതത്തിലെ, അതിന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമാധാനവും മുഴുവൻ സന്തോഷവും കെടുത്താനിടയായി തീരും ഈ ഒരു അന്ധകാരം. അങ്ങനാണെങ്കിൽ പ്രിയമുള്ളവര്, നിങ്ങൾക്കൊപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന 5 വയസ്സുള്ള പെങ്കൊച്ചിന് ലഭിക്കാൻ പോകുന്ന ചെറുക്കൻ ആരാണെന്ന് ദർശനത്തിൽ കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? 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 ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നിങ്ങളുടെ കൊച്ച് നിങ്ങൾ എന്ത് ലാളിച്ചും സ്നേഹിച്ചും ഞുള്ളാതെയും തല്ലാതെയും, ഇനി തല്ലിയാൽ തന്നെ നമ്മൾ റിസർവേഷനിലാണ്, നമ്മൾ മാത്രമേ ഞുള്ളുള്ളൂ, തല്ലുള്ളൂ. നാട്ടുകാരെങ്ങനെ തോണ്ടുപോയി ഞുള്ളു ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നേരം തന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുക്കും. അങ്ങനെ നമ്മൾ വളരെ സുരക്ഷിതമായി വളർത്തുന്ന ഈ കൊച്ചിനിട്ട് പ്രിയമുള്ളവരെ ബെൽറ്റ് എടുത്ത് അടിക്കുക, കഴുത്തിന് പിടിച്ച് കുത്തുക, നിലത്തെടുത്ത് അടിക്കുക, ഇങ്ങനത്തെ നല്ല അഭ്യാസങ്ങളാണ് നടക്കുന്നത്. ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയുന്നത്. പൊക്കി എടുത്തേച്ച് മേളിൽ നിന്ന് താഴോട്ട് ഇടുക. നമ്മുടെ ചില പിള്ളേർക്കിട്ട് കിട്ടുന്ന പരിപാടി ഇതൊക്കെ. വീട്ടിൽ വന്ന് അവർ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഭിത്തിയിൽ കൂട്ടി കഴുത്തിൽ ഇങ്ങനെ പിടിക്കുക, പിടയ്ക്കുമ്പോൾ താഴോട്ട് ഇടുക. ഇതൊക്കെയാണ് പെൺകുട്ടികൾക്ക് ഇപ്പോൾ കിട്ടുന്ന ചില പീഡനങ്ങൾ. എന്താണ്? വെളിച്ചം കിട്ടാത്ത ചില ആൺകുട്ടികളാണ് ചെയ്യുന്നത്. ഇതെപ്പോഴേ തുടങ്ങി? അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ ഈ കൊച്ചിനെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇവൻ വന്ന് തലയിൽ കയറുന്നത് 25 വയസ്സ് 26 വയസ്സ് കഴിഞ്ഞ്. എങ്ങനെ ഈ കുരിശ് മാറ്റാൻ പറ്റും? ഇപ്പോഴേ അറിയാമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പനെ അമ്മയും വിളിച്ച് തൂത്തുട്ടി ധ്യാനം കൂടിച്ച് മകനെയും കൂടിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയ ശേഷം കെട്ടിക്കായിരുന്നു. ഇതറിയുകയല്ല.
പിന്നെന്താ മാർഗം? അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? ലോകം മുഴുവനുമുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും നവീകരണത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. പിടികിട്ടിയോ? അപ്പൊ സുവിശേഷത്തിന്റെയും ധ്യാന ശുശ്രൂഷയുടെ ആവശ്യകത എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകം മുഴുവനുമുള്ള എല്ലാ യുവതി യുവാക്കന്മാരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് വഴി ഈ അന്ധകാരം തന്നെ മാറും. അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ ഓർക്കുക, ദൈവവചനത്തിന്റെ വെളിച്ചവും ക്ഷമയും സ്നേഹവും നല്ല അനുഭവവും കിട്ടാതെയാണോ ഈ അപ്പനും അമ്മ ഇരിക്കുന്നത്? നിങ്ങൾ ഓർത്തോളുക, നിങ്ങൾ മൂലം നിങ്ങളുടെ മക്കൾ കായേന്റെ സ്വഭാവത്തിൽ വളർന്നു വരുന്നെങ്കിൽ ഒരു നശീകരണ ഉപകരണം പോലെ ലോകത്തിൽ ആരുടെയൊക്കെയോ ജീവിതങ്ങളെ, ഒരു ഭാര്യയുടെ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കശക്കീറിയാൻ പറ്റുന്ന രീതിയിൽ ഇതാ ഭൂമിയിലെ ഒരു സംഹാര സാധ്യതയുള്ള ഒരു ബോംബ് പോലെയാണ് നിങ്ങളുടെ മക്കൾ. നിങ്ങളുടെ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു തീവ്രവാദിക്ക് തുല്യമാണ് ദൈവത്തിന്റെ സ്നേഹവും സൃഷ്ടാവിന്റെ സ്നേഹവും സൃഷ്ടാവിന്റെ വെളിച്ചവും നെഞ്ചിലേറ്റാത്ത മനുഷ്യൻ. ഭൂമിയിലെ സംഹാരശേഷിയുള്ള അണുബോംബ് പോലെയാണ് ഈ ഭൂമിയിൽ. അത് ഒരു ജീവിതത്തെ അല്ല, അനേകം ജീവിതങ്ങളെ നശിപ്പിക്കാനിടയായി തീരും. പ്രിയമുള്ളവരെ, ഇന്ന് ഓരോ കുടുംബങ്ങളും തകരുമ്പോൾ നമ്മുടെയൊക്കെ ഇവിടുത്തെ എല്ലാ മേശപ്പുറവും കണ്ണുനീര് വീണ് തകർന്ന മേശപ്പുറങ്ങൾ, കണ്ണുനീര് വീണ് കുതിർന്ന മേശപ്പുറങ്ങളാണെല്ലാം. കാരണം ഈ ധ്യാന കേന്ദ്രത്തിന്റെ മിക്കവാറും മേശകളുടെ അപ്പുറത്ത് വന്നിരിക്കുന്ന വ്യക്തികൾ, പ്രിയമുള്ളവരെ, വലിയ കണ്ണീരോടും നിലവിളികളോടും കൂടിയാണ് വരുന്നത്. പല മനുഷ്യരും അവരുടെ ജീവിതത്തിലെ തകർന്ന അനുഭവങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. ആ അനുഭവങ്ങൾക്ക് പിന്നിൽ മറ്റേതോ ഒരു മനുഷ്യനുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ വിളിച്ച് സംസാരിച്ചെല്ലാം വരുമ്പോൾ അവർ പറയും, എനിക്ക് കിട്ടേണ്ട സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല, എന്റെ അപ്പനും അമ്മയും തമ്മിൽ സ്നേഹത്തിലല്ലായിരുന്നു, ഞാനിതൊന്നും കണ്ടുപഠിച്ചിട്ടില്ല, എനിക്കാരും തന്നിട്ടില്ല, പിന്നെ ഞാനെങ്ങനെയാ കൊടുക്കുന്നത് അവർ ചോദിക്കുന്നു. അപ്പൊ ഈ ബോംബ് എവിടുന്ന് ആരംഭിച്ചത്? സുവിശേഷം എത്താത്ത ഒരു ഹൃദയത്തിൽ നിന്ന്, സുവിശേഷം എത്താത്ത ഹൃദയത്തിൽ നിന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാറിയേ മതിയാകൂ, നാം യേശുവിനെ സ്വീകരിച്ചേ മതിയാകൂ. അതുകൊണ്ട് കാൽവറിയിലേക്ക് നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും വലിയവനെ കൊല്ലാൻ തീരുമാനമെടുത്ത സ്ഥലമാണ് കാൽവറി. ലോകത്തിലെ ഏറ്റവും വലിയവനെ കൊല്ലാൻ തീരുമാനമെടുക്കപ്പെട്ട സ്ഥലമാണ് കാൽവറി. ആ കാൽവറിയിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. എന്താണ് ആ സ്വരം? പിതാവേ, ഇവരെ നീ വെറുതെ വിട്ടയക്കുക, ശിക്ഷിക്കാതെ വിട്ടയക്കുക. ശിക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്ററിൽ ഇല്ല എന്ന് യേശു പറയുക. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, അത് ബൈപ്പാസ് ചെയ്ത് നമ്മൾ യേശുക്രിസ്തു സത്യത്തിൽ ശിക്ഷിക്കുന്ന ലോകത്തിൽ ബൈപ്പാസ് ചെയ്ത് കയറിയതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇതാ ശിക്ഷയില്ലാത്ത ഒരു പുതിയ ലോകം സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ ഇതാ നാം തിരിച്ചറിയുക, ദൈവം എന്നെ വെറുതെ വിട്ടിരിക്കുന്നു, ദൈവം എന്നെ വെറുതെ വിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മിക്കവാറും ശിക്ഷകളൊക്കെ എവിടുന്ന് വരുന്നതാ? പല ആൾ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, എന്തോരം ശിക്ഷകളാണ് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കല് ഇവിടെ വന്നൊരാൾ പറഞ്ഞതാണ്, ഞങ്ങൾ 3 പേര് കൂടി ഒരു പള്ളിയുടെ മേളിൽ കയറി, പള്ളി പൂട്ടിയിട്ടിരിക്കുകയാണ്, പള്ളിയുടെ മേളിൽ കയറി 3 പേര് കൂടി. എന്നിട്ട് ഓടിളക്കി താഴോട്ടിറങ്ങി. അച്ഛൻ താക്കോലുമായിട്ട് സ്ഥലം വിട്ടു. അതുകൊണ്ട് 3 പേര് കൂടി പള്ളി പൊളിച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് പ്രഭാത പ്രാർത്ഥന നടത്തി 3 പേരും കൂടെ. അതാണ് അവർ ചെയ്ത വീരസാഹസിക പ്രവർത്തനമാണ്. അതിനുശേഷം സംഭവിച്ച പ്രിയമുള്ളവര്, കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ 2 പേരും പല മാരക രോഗങ്ങളാലും മരിച്ചുപോയി. അതോടുകൂടി 3-ാമത്തെ ആൾ പേടിച്ചുപോയി. 3-ാമത്തെ ആൾക്ക് സംഭവിച്ചത് സാമ്പത്തിക മേഖലയിൽ വലിയ തകരാറുണ്ടായി. അങ്ങനെ സാമ്പത്തിക മേഖലയിലെ തകരാറ് മൂലം പ്രിയമുള്ളവരെ അയാൾ എന്നെ കാണാൻ വന്നു. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം? അന്നേരം അയാൾ പറഞ്ഞു, എന്റെ സാമ്പത്തിക മേഖല മുഴുവൻ തകർന്നു കിടക്കുകയാണ്. അപ്പൊ ഞാൻ ആ മേഖലകളെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം
അയാളുടെ പാപമേഖലകളെ കുറിച്ച് ചോദിച്ചു. ചിലർക്ക് അങ്ങനെ ചോദിക്കുന്നത് തന്നെ വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ ചോദിച്ചു, പള്ളിയായിട്ട് ഗുസ്തി പിടിക്കാറുണ്ടോ? അന്നേരം പറഞ്ഞു, ഞങ്ങളിങ്ങനെ മേളിൽ പള്ളി കയറി പള്ളി പൊളിച്ചിറങ്ങി പ്രാർത്ഥന നടത്തിയൊരു പരിപാടിയുണ്ട്, അതിൽ 2 പേര് മരിച്ചുപോയി, ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും 3-ാമത്തെ വ്യക്തി നിങ്ങളാണ്, നിങ്ങളും മരിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ പെട്ടെന്ന് മരിക്കാതിരിക്കാനായിട്ടൊരു കാര്യമുണ്ട്. ഇതാ ഒരിക്കലും മരിക്കാത്തവനെ സ്വീകരിക്കുക. അതാരാണ്? യേശു. ഒരിക്കലും മരിക്കാത്തവനെ സ്വീകരിക്കുക, അത് യേശുവാണ്. അവനെ സ്വീകരിച്ചാൽ പിന്നെ മരണമില്ല. പുള്ളിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഇതാ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നതോടുകൂടി, അപ്പൊ ഇയാൾക്ക് ഭയമാണ്. 2 പേര് മരിച്ചതോടുകൂടി ഞാനും ശിക്ഷിക്കപ്പെടും എന്ന ഭയം പുള്ളിയിൽ കയറിയിരിക്കുക. സത്യത്തിൽ 2 പേരല്ല, ഭൂമിയിൽ ഒത്തിരി പേർ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പാപം ചെയ്തത് വഴി ഈ മനുഷ്യന്റെ ഉള്ളിൽ, ഈ 3 പേരുടെയും ഉള്ളിൽ കുറ്റബോധം കയറി കിടക്കുകയാണ്. കണ്ടോ? അപ്പോൾ ദൈവം ആ വ്യക്തിയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു പള്ളിയുടെ 2 ഓട് പൊളിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ ആരെയും ദൈവം മേളിൽ നിന്ന് തള്ളി താഴത്തൊന്നും ഇടാൻ പോകുന്നില്ല. അങ്ങനെ ഇടാനായിരുന്നെങ്കിൽ കാൽവറിയിൽ അവന്റെ നെഞ്ചിനിട്ട് കുത്തിയവനെ തന്നെ എന്ത് ചെയ്തേനെ? ആദ്യം കർത്താവ് തട്ടിയേനെ. അപ്പോ കാൽവറിയിൽ അങ്ങനെ ഒരു സംഭവം നടക്കാത്തതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും ക്രിസ്തുവിൽ നിന്ന് നമുക്ക് അങ്ങനൊരു ശിക്ഷ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഇയാളൊക്കെ ഇങ്ങനെ വീണും മരിച്ചൊക്കെയാണ്. ഒരു വലിയ ദൈവത്തിനെതിരായ ഒരു മാരക പാപം ചെയ്തപ്പോൾ മുതൽ ഉള്ളിൽ കയറിയ കുറ്റബോധം അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ കുറ്റബോധങ്ങൾ വേട്ടയാടി പ്രിയമുള്ളവരെ, അത് അയാൾ പ്രവർത്തിക്കും. അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ പ്രസന്റേഷൻ കണ്ടപ്പോൾ അതിനകത്ത് ഒരു രോഗത്തെക്കുറിച്ച്, രോഗത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അത് ഞാൻ പിന്നീട് ഓർത്ത് പറഞ്ഞോളാം. ആ രോഗത്തെക്കുറിച്ച് പറയും, മാരകമായ ഒരു രോഗമാണ്, ലോകത്തിൽ ചികിത്സയില്ലാത്ത ഒരു മാരക രോഗമാണ്. അതിനെക്കുറിച്ച് പ്രസന്റ് ചെയ്യുമ്പോൾ പറയുകയാണ്, മനുഷ്യന്റെ കോശങ്ങളൊക്കെ നല്ല സന്തോഷപുളകിതരായി എപ്പോഴും ചാടിക്കൊണ്ടിരിക്കുക എന്നാ പറയാം. ഈ കോശങ്ങളൊക്കെ തമ്മിൽ നല്ല സ്നേഹത്തിലും പ്രേമത്തിലും നല്ല ബന്ധത്തിലുമാണ്. എപ്പോഴാണ്? നോർമൽ കണ്ടീഷനിൽ. എന്നാൽ ചില സമയത്ത് ഈ കോശങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? സംഘർഷത്തിലാകുന്ന അവസരം വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം പ്രശ്നങ്ങളിലായി, അവസാനം ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ എല്ലാം നഷ്ടപ്പെട്ട് മനുഷ്യൻ രോഗം പിടിപെട്ട് മരിച്ചു പോകുന്ന അവസ്ഥ. എന്നിട്ട് പറയുകയാണ്, ഇതാ മനുഷ്യന്റെ മനസ്സിൽ നല്ല സ്നേഹം, സമാധാനം, സന്തോഷം ഇതെല്ലാം കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ കോശങ്ങളിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകും. കോശങ്ങൾ തമ്മിൽ ഇതാ പരസ്പരം നല്ല സ്നേഹത്തിലാകും. അതോടുകൂടി പല രോഗങ്ങളും മാറുമെന്ന് ആ ലേഖനത്തിൽ പറയുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മാരക ക്യാൻസർ രോഗമൊക്കെ ആയിട്ട് വരുന്ന പലരും ധ്യാനം കൂടി കഴിയുമ്പോൾ ആ രോഗം അവരിൽ നിന്ന് അപ്രത്യക്ഷപ്പെടുന്നു. കോശങ്ങളിലുണ്ടായിരുന്ന മുഴകള് ചൊങ്ങിപ്പോകുന്നു. ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാൻ കാരണം, ഉണ്ടായവരിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്ന കാര്യം, പ്രിയമുള്ള സൗഖ്യം സ്വീകരിച്ച വ്യക്തികളിലെ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സൗഖ്യത്തിന് മുമ്പ് വളരെ സംഘർഷപൂരിതമായൊരു മാനസികാവസ്ഥയുടെ ഉടമകളായിരുന്നു ഈ വ്യക്തികളെല്ലാം. യേശുവിന്റെ കരങ്ങളിൽ നിന്ന് സൗഖ്യം ഏറ്റുവാങ്ങി, ധ്യാനം കൂടി സൗഖ്യം ഏറ്റുവാങ്ങിയ വ്യക്തികളെ ശ്രദ്ധിച്ചാൽ ആ വ്യക്തികളെല്ലാം അതിനു മുമ്പ് സംഘർഷപൂരിതമായ വിപരീത വികാരങ്ങളുടെ അടിമയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ചില വ്യക്തികൾക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ദൈവം ശിക്ഷിക്കുകയില്ലെന്ന് ഇപ്പൊ പഠിച്ചു ഏകദേശമൊക്കെ. പണ്ട് ദൈവം ശിക്ഷിക്കുന്നു പറയും, ഇപ്പൊ മനസ്സിലായി ദൈവം ശിക്ഷിക്കുകയില്ല. കാരണം യേശു ശിക്ഷിക്കാനായിരുന്നെങ്കിൽ തന്നെ കുത്തിയവനെ ശിക്ഷിക്കുമായിരുന്നു, അവനെ വെറുതെ വിട്ടു. അതോടുകൂടി നമ്മളിപ്പോ ഇച്ചിരി തെറ്റ് ചെയ്തു, അടുത്തിരിക്കുന്ന ഒരുത്തൻ്റെ ഒരു കിഴക്ക് കൊടുത്തെന്ന് വിചാരിച്ച് നമ്മളെ ദൈവം നരകത്തിലൊന്നും തള്ളിയിടുകയല്ല, നമുക്ക് മനസ്സിലായി. പക്ഷേ അടുത്തിരിക്കുന്നവൻ നമ്മളെ ശിക്ഷിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിന് നമ്മളെന്ത് ചെയ്തു? കുമ്പസാരി ചേറ്റു പറഞ്ഞു. എന്നിട്ട് അവനെ കാണുക, മര്യാദയ്ക്ക് നടക്കുക. അതുകൊണ്ട് ഇനി അവനും നമ്മളെ ശിക്ഷിക്കുകയില്ല. നമ്മളെ പേടിച്ചല്ല അവൻ കഴിക്കുന്നത്. ഇപ്പൊ പിന്നെ നമ്മളെ ശിക്ഷിക്കുന്നത് ആരാ? പിന്നെ ആകെപ്പാടെ ശിക്ഷ നൽകാൻ കഴിവുള്ള ഒരാൾ മാത്രമേ ഇപ്പൊ ഇവിടെ ഭൂമിയിലുള്ളൂ. അതാരാ? നമ്മൾ തന്നെ. അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ നമ്മൾ സുഖപ്പെടൂ, നമ്മൾ രക്ഷപ്പെടൂ. അതുകൊണ്ട് യേശുവിന്റെ രക്ഷ
ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ആ മനുഷ്യൻ അവനിൽ തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം. ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം. അതിലവൻ ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, നമ്മൾ ഓർക്കണം, ഒരു പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണ ദൈവം മനുഷ്യനായി ഭൂമി വന്നു. അതാണ് യേശു ക്രിസ്തു. യേശു ദൈവമാണല്ലോ. നമ്മൾ വിശ്വസിക്കുന്ന യേശു ആരാണ്? ദൈവം. ദൈവം ഭൂമി വന്നിട്ട് ദൈവത്തിന്റെ ഭൂമിയിൽ ആയുസ് എത്ര നാളായിരുന്നു? എത്രയായിരുന്നു? 33 വയസ്സ്. ആണെങ്കിൽ 33 വയസ്സിൽ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ കഴിവുള്ള ദൈവപുത്രൻ ജീവിച്ച് മരിച്ച ഒരു ഭൂമിയിൽ 34-ാമത്തെ വയസ്സിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്യാഗ്രഹം അല്ലേ? 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 അതെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബോണസിലാണ് ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആയുസിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയൊരു ബോണസാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ മരണത്തെക്കുറിച്ച് ഇനി പേടിക്കേണ്ട കാര്യമുണ്ട്. 33 മതിയായിരുന്നു. അതുകൊണ്ടൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാമായിരുന്നു. അത്രയൊക്കെ മതി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കാൻ. നമ്മളൊക്കെ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്ന ഇതാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? വരാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനായി നോക്കി പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് 85 വയസ്സിലൊരു ചെറിയ മുഴ. അതോടുകൂടി നമുക്കാദി, നമ്മുടെ ഭാര്യയ്ക്കാദി, പിള്ളേർക്കാദി, മൊത്തത്തിലാദിയാണ്. ഉറക്കമില്ല, രാത്രി കിടന്നാൽ ഞെട്ടി എഴുന്നേക്കുന്നു, ശവപ്പെട്ടി സ്വപ്നം കാണുന്നു, എന്തെല്ലാം പ്രശ്നം. നമ്മുടെ ശുശ്രൂഷയിൽ കൂടുന്ന ഒരു ചേട്ടന് ഹാർട്ടിന് ബ്ലോക്ക് വന്നു. ബ്ലോക്ക് വരുന്നതിന്റെ തലേ ആഴ്ചകളിലെല്ലാം പ്രിയമുള്ളവരെ ബ്ലോക്കാണെന്നറിയാതെ ഞാൻ എപ്പോഴും മരണത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മരണത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ കാരണം തന്നെ മറ്റൊന്നുമല്ല, മരണത്തിലുള്ള ഭയം വിട്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോഴെല്ലാം ഉദാഹരണം പറഞ്ഞപ്പോൾ പ്രിയമുള്ളവർ, ഈ ചേട്ടനെ ഇച്ചിരി തലതെറിച്ച ചേട്ടനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് കൂടെ വന്നു. അതോടുകൂടി ആ ചേട്ടൻ വിചാരിച്ച് മിക്കവാറും ഇതോടുകൂടി ഞാൻ മരിച്ചുപോയി. അദ്ദേഹം അതിനുശേഷം ഒരു ധ്യാനം കൂടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറയുകയാണ്, എല്ലാ ഭയവും പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഭയം ഉണ്ടായിരുന്നോ? എനിക്ക് ചെറിയ പേടിയുണ്ടായി. ഞാൻ എന്തായിരുന്നു പേടി? മരിക്കുന്നതിനെ കുറിച്ചല്ല പേടി, മകളുടെ കല്യാണം നടത്തണം, അതിനെക്കുറിച്ചുള്ള പേടിയാണ്. പക്ഷെ ഭയമാണ്, നാളെക്കുറിച്ചുള്ള ഭയം. പല മനുഷ്യരുടെ ഉള്ളിൽ ഇങ്ങനെ ഭയമുണ്ട്. എന്റെ ഉള്ളിലില്ല കേട്ടോ പ്രിയമുള്ളവരെ. എനിക്കിപ്പോ ജീവിച്ചിരിക്കുന്ന ഭയം, മരിക്കാൻ സന്തോഷം. അപ്പൊ പ്രിയമുള്ളവരെ ഓർക്ക്, പല മനുഷ്യന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുക, അറിയാതെ ഭയം. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതാണ്, ഇതാ ഈ ഭൂമിയിൽ 33 വയസ്സ് വരെ ജീവിച്ച യേശു എല്ലാം ചെയ്ത് പൂർത്തിയാക്കി. എന്നിട്ട് പിതാവിന്റെ അടുത്ത് പോയി സുഖമായിരുന്ന് ഇതാ ഭൂമിയിലെ കാര്യം നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കമ്പനി പരിപാടി നടത്തുന്നതിനേക്കാൾ നല്ലത് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നടത്താൻ എത്രയോ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കുക, ഇന്ന് വൈകിട്ടാണ് പരിപാടി തീരുന്നതെങ്കിൽ എന്നുള്ളൊരു ചിന്തയിൽ അങ്ങ് ജീവിക്കുക. അങ്ങനെയാണെങ്കിലും അത് റെഡിയാണ്. അപ്പൊ ആ ഭാഗം ഓക്കെ ആയി. ഇനി ജീവിക്കുന്നതാണ് ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞല്ലോ, ജീവിക്കാനാ പാട്, മരിക്കാൻ എളുപ്പമാണ്. ജീവിക്കാമെന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി പ്രിയമുള്ളവരെ. നമ്മൾ ഈ വഴി കൂടെ നടക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ഏറ്റുമാനൂർ വഴിക്ക് ഇങ്ങോട്ട് പോരുകയാണ്. രാത്രി 11:30 മണിയായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഒരു മനുഷ്യൻ വഴിയുടെ തിണ്ണേല് വൈകുന്നേരം വന്നിട്ട് പായൊക്കെ കൊണ്ട് വിരിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. തലവണ പോലുമില്ല. ഒരു കട്ടയെടുത്ത് വെച്ചിട്ട് തലയും കൊണ്ട് വെച്ചിട്ട് ലൈറ്റിന്റെ വെട്ടം അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, ഓണടിക്കുന്നുണ്ട്, വണ്ടികൾ കൊണ്ട് നിർത്തുന്നുണ്ട്. തൊട്ടപ്പുറത്തൂടെ അഴുക്ക് ചാല് പോവുകയാണ്. അതിന്റെ സൈഡിൽ പ്രിയമുള്ളവരെ അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന്, കടകളെല്ലാം അടച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. വളരെ ശാന്തമായിട്ട് ഉറങ്ങും. ഞാനവിടെ വണ്ടി നിർത്തിയപ്പോൾ ചുമ്മാ കൂടെ ഒന്ന് ഓണടിച്ച് ഈ പുള്ളി അനങ്ങുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരനക്കവും ഇല്ല. തല പൊക്കിപ്പോലും നോക്കുക. എന്നാൽ നമുക്ക് രാത്രിയിൽ ഉറക്കമുണ്ടോ? ഉറക്കത്തിനിടയ്ക്ക് ഒരു ഒച്ച കേട്ടു. 4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. തിരുമേനിയും തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കും.
ലൈറ്റിന്റെ വെട്ടം കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാൻ മേല, ലൈറ്റ് ഇല്ലേൽ ഉറങ്ങാൻ മേല, ഇരുട്ടത്ത് കിടന്നുറങ്ങാൻ പേടി, കണ്ണടച്ച പേടി, വെട്ടം ഉണ്ടേ പേടി, വെട്ടമില്ലേ പേടി, ഒച്ച കേട്ടാ പേടി, ഒച്ച കേട്ടില്ല അതിനേക്കാൾ പേടി, മൊത്തത്തിൽ ഭയമാണ്. അപ്പൊ പ്രിയമുള്ളവര്, നാളെ ഈ വീടെങ്ങാനും ജപ്തി ചെയ്ത് പോവുമോ, അങ്ങനത്തെ പേടി വേറെ. ഇന്നത്തെ സാമ്പത്തിക നില നാളെ ഉണ്ടാവുമോ, ആ പേടി. ഇപ്പോഴുള്ള വീടും സ്ഥലവും എല്ലാം വല്ലവരും എടുത്തുകൊണ്ട് പോവുമോ, അത് പേടി. മക്കളുടെ കാലത്ത് ഈ അവസ്ഥ തന്നെ ആയിരിക്കുമോ, അത് പേടി. മൊത്തത്തിൽ പേടി. പ്രിയമുള്ളവര്, വഴിയിൽ ജനിച്ചു കിടക്കുന്ന വഴിയിൽ കിടക്കുന്ന 45-50 വയസ്സ് വരെ ഉള്ള ഒരു ഭിക്ഷക്കാരനും നമ്മളും തമ്മിൽ ദൈവത്തിന് മുമ്പിൽ എന്നാ വ്യത്യാസം? രണ്ടിനെയും ദൈവം സൃഷ്ടിച്ച്, രണ്ടുപേരെയും ദൈവം സൃഷ്ടിച്ചു. അവന് ജീവിക്കാമെങ്കിൽ നമുക്ക് ജീവിക്കാൻ മേലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ? നമ്മൾ ജീവിക്കും. പ്രിയമുള്ളത്, നമ്മൾ ജീവിക്കും. നമ്മൾ ഓർക്കും എങ്ങനെ ജീവിക്കും, പറ്റുകയല്ലെന്ന് എങ്ങനെ ജീവിക്കും, അല്ലെ എങ്ങനെ ജീവിക്കും നമ്മൾ ഓർക്കും. എത്ര പ്രതികൂല സാഹചര്യം വന്നാലും നമ്മൾ ജീവിക്കും. ഇപ്പൊ നിങ്ങളുടെ പിള്ളേരെ കുറിച്ച് നിങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടു, ആ സ്കൂൾ കൊള്ളാവോ, ആ സ്കൂളിനേക്കാൾ അപ്പുറത്ത് നല്ല വേറെ സ്കൂൾ ഉണ്ടായിട്ടുണ്ട്, ഈ സ്കൂളിൽ പഠിച്ചാൽ മതിയോ, ആ സ്കൂളിൽ പഠിക്കണോ, ആ സ്കൂളിൽ പോകണോ, ഈ സ്കൂളിൽ പോകണോ, തിരുമേനി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ, ഏത് സ്കൂളിലാണ് പോകട്ടെ. അപ്പോഴാണ് ഇതാ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് ചാണകം ചുമന്ന്, സ്വന്തം ടീച്ചറിന്റെ വീട്ടിൽ പോയി പോലും ചാണകം ചുമന്ന് പഠിച്ചവൾ ഇതാ UK ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വായിച്ചു കാണും. അപ്പോ ഇതാ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം തൊട്ടാൽ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ വീട് പോയാൽ കടത്തെണ്ണയിൽ കിടന്ന് ഒരു മനുഷ്യൻ ഉറങ്ങാമെങ്കിൽ എനിക്കും വേണമെങ്കിൽ ഞാനും ഉറങ്ങും കടത്തെണ്ണയിൽ കിടന്ന് എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വളർന്നാൽ വീടിനെ കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? അതുമില്ല. അപ്പോ നിങ്ങൾ കടത്തെണ്ണ കിടക്കണ്ട. പക്ഷേ കടത്തെണ്ണയിൽ പോലും കിടക്കുന്ന മനുഷ്യർ ഭൂമിയിലുള്ളപ്പോൾ അവന്റെയും കൂടെ മാനസികാവസ്ഥ ഉൾക്കൊള്ളുക. സമ്പത്തിനെ കുറിച്ചുള്ള എല്ലാ ആദികളും വിട്ടുപോകും. ഒരിക്കല് ഞാൻ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിന്റെ വാതിൽക്ക് നിൽക്കുകയാണ്. സെമിനാരി പഠിക്കുന്ന കാലത്ത് ഒരു ഹോസ്പിറ്റലിന്റെ വാതിൽക്ക് നിൽക്കുകയാണ്. സെമിനാരിയിലെ നല്ല ശതമാനം പിള്ളേരെയും ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. 5 പേര് 10 പേരെ വീതം കാറെ കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് കൊടുക്കാൻ കൊണ്ടുപോകണം, ഒരാൾക്ക് വേണ്ടിയാണ്. ഒരു സ്ത്രീ പ്രസവത്തോടുകൂടി മാരകമായ പ്രതിസന്ധിയിലായിപ്പോയി. അപ്പോൾ ആ സ്ത്രീക്ക് ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തുള്ള മുളന്തുരുത്തി പ്രദേശത്തുള്ള ആളുകളെ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്, ഇങ്ങനെ വണ്ടിയെ കയറ്റി കൊണ്ടുവന്നു. അങ്ങനെ ആളുകൾ നിൽക്കുകയാണ്, ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ബ്ലഡ് എല്ലാം ഇതെടുത്ത് പ്ലാസ്മയാണ് കൊടുക്കുന്നത്. അപ്പോൾ 3-4 കുപ്പി ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുപ്പി പ്ലാസ്മ കിട്ടത്തുള്ളൂ. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളെ കൊണ്ട് നിർത്തിയിരിക്കുക. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ബ്ലഡ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ, അവിടെ നിൽക്കുന്ന ബന്ധുക്കൾ തമ്മിൽ വർത്താനം പറയുന്നത് കേട്ടു. അതിതാണ് ഇപ്പോൾ തന്നെ ഏകദേശം 5 ലക്ഷം രൂപയോളം ആ പെൺകുട്ടിയുടെ ട്രീറ്റ്മെന്റിന് ചെലവായിട്ടുണ്ട്. 2000-ൽ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. മരിച്ചു പോകുമെന്നാണ് വളരെ റയറായിട്ടുള്ളൊരു സാധ്യതയുള്ളൂ രക്ഷപ്പെടാൻ. പക്ഷെ ആ സാധ്യതയ്ക്ക് വേണ്ടി ബ്ലഡ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. 5 ലക്ഷം രൂപയുടെ ബ്ലഡ് കയറ്റിയിട്ടും അല്ലെങ്കിൽ അത്രയും പണം ചെലവഴിച്ചിട്ടും യാതൊരു മാറ്റം വരാത്ത ഒരു പെണ്ണ് ജീവന് വേണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. അന്ന് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ ബുദ്ധിമുട്ടിലായിരുന്ന ഞാന് ആ ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് നിന്നപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ, ഇതുപോലത്തെ എങ്ങാനും ഗതികേട് നമുക്ക് വന്നു പോയാൽ മരിക്കുക നിവൃത്തിയുള്ളൂ, അല്ലാതെ വേറെ ഈ 5 ലക്ഷം രൂപ മുടക്കി എവിടെ ട്രീറ്റ് ചെയ്യാൻ? ഇത് മരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. അപ്പൊ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, എന്താണ്? ഇത് വരുത്തുകയാണ്, ഇതുപോലത്തെ അസുഖമൊന്നും വരുത്തരുത്, ടപ്പെന്ന് തീരുന്നതേ വരുത്താവുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, മാരക രോഗങ്ങളെ കുറിച്ച് നമ്മുടെ ചിന്ത ഇതാണ്. അപ്പൊ നമ്മൾ ഭയത്തിലാണ്, രോഗങ്ങളെ കുറിച്ച് നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ഒരു കാലം കഴിഞ്ഞ് എനിക്കൊരു രോഗം വന്നു, ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോൾ പ്രിയമുള്ളവരെ, ഓപ്പറേഷന്റെ സമയത്ത് 4 ഓപ്പറേഷനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിൽ വീണു. അങ്ങനെയാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ വാതിക്കുന്നത് ഞാൻ അതൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഒരുമാതിരി നിലവാരം താന്ന പ്രാർത്ഥന. ദൈവം അന്ന് എന്നാ ഓർത്ത് കാണും. പ്രിയമുള്ളവരെ, എന്റെ കാലം വന്നപ്പോൾ, എനിക്കൊരു ഓപ്പറേഷൻ വന്നപ്പോൾ, ഓപ്പറേഷന്റെ സമയം അടുത്തപ്പോൾ 4 ഓപ്പറേഷന്റെ പൈസ എന്ത് ചെയ്യാണ്? വേണ്ടാന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ എന്റെ അക്കൗണ്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ്, വേണ്ടാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിനേക്കാളും രസം എന്താണ്? എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇൻഷുറൻസിന്റെ പൈസ കൊണ്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. ഈ 4 ഓപ്പറേഷന്റെ പൈസയും പ്രിയമുള്ളവരെ പല വ്യക്തികൾക്കായിട്ട് ഓപ്പറേഷന് വേണ്ടി ഞാൻ പങ്കുവെച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോ നമ്മൾ ഇന്ന് നാളെക്കുറിച്ച് നടത്തുന്ന ഉത്കണ്ഠ എന്നൊക്കെ പറയുന്നത് പ്രിയമുള്ളവരെ വളരെ വ്യർത്ഥതയാണ്. ദൈവം നമ്മെ കരുതാതെ, ദൈവം നമ്മെ പരിപാലിക്കാതിരിക്കുകയില്ല എന്ന ബോധ്യമാണ് ഒരു ദൈവത്തിന്റെ മകന് ഈ ഭൂമി വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മളിങ്ങനെ ചിന്തിക്കുക, രോഗം വന്നിട്ട് ചികിത്സിക്കാൻ പൈസ ഇല്ലെങ്കിൽ ചാവുമല്ല തന്നെ. എനിക്കന്ന് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചേനെ, ചികിത്സിക്കാൻ പൈസ ഇല്ലെങ്കിൽ മരിക്കും, അല്ലാതെ തന്നെ കാര്യം. വീടില്ലെങ്കിൽ തെരുവിൽ കിടക്കും. നമ്മൾ സിറിയയിലെ ക്രിസ്ത്യാനികളെ ഒന്ന് ആലോചിച്ച് നോക്കി. വീട്, സ്ഥലം, ഇതെല്ലാം ഒറ്റയടിക്ക് ബോംബിട്ട് ഒരു ദേശം മുഴുവൻ അങ്ങ് നശിക്കുകയാണ്. ഒറ്റ ബോംബ് കൊണ്ട് ഒരു പ്രദേശത്തെ വീട്, സ്ഥലം എല്ലാം തകർന്നരിപ്പണ. ആരെങ്കിലും ജീവൻ കിട്ടിയാൽ, കുറെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകും, എല്ലാവരും മരിച്ചു പോകും. ജീവൻ തിരിച്ചു കിട്ടുന്നവൻ സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെ ആധാരത്തിന്റെ കോപ്പി കയ്യിലില്ല, ഒരു സാധനവും ഇല്ലാതെ അവനോട് രക്ഷപ്പെടുക. അവന്റെ അവസ്ഥ എന്താ? കമ്പനി നടത്തിയ ആളായിരിക്കാം, ഡോക്ടറായിരിക്കാം. ഞാനൊരിക്കൽ സിറിയയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഡോക്ടർ, 2 ഡോക്ടർമാർ, ഭാര്യയും ഭർത്താവ്. അവർക്ക് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല. ഇറാഖിൽ നിന്ന് വന്നതാണ്. സർട്ടിഫിക്കറ്റുകൾ ഒന്നും കയ്യിലില്ല. ഇറാഖിൽ നിന്ന് പോന്നപ്പോൾ ഒരു സർട്ടിഫിക്കറ്റും കയ്യിലില്ല. അതുകൊണ്ട് അവർ ചെയ്തതെന്നറിയോ? ഇതാ പരിശുദ്ധ ബാവായുടെ ആസ്ഥാനത്ത് അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ക്രമീകരിച്ച് അവിടെ അവർ താമസിക്കുകയാണ്. കണ്ടോ? ഡോക്ടറായി ജീവിക്കേണ്ടവൻ, പക്ഷേ ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചു കൊടുത്ത് അതിൽ പുണ്യം കണ്ടെത്തി ജീവിക്കുന്നു. കണ്ടോ? അപ്പൊ പ്രിയമുള്ളവരെ, യുദ്ധമുള്ള രാജ്യത്ത് ക്രിസ്ത്യാനികളുടെ അവസ്ഥ അതാണ്. നമ്മൾ എത്ര സുരക്ഷിതരാണ്. അപ്പോൾ സുരക്ഷിതമായി ഈ ലോകത്ത് വളരെ സുരക്ഷിതമായി നാം ജീവിക്കുന്നു. നമുക്ക് വേണ്ടതെന്താണ്? വെളിച്ചം. അതെന്താണ്? സുവിശേഷം. ഈ സുവിശേഷ മനോഭാവം നമ്മളെ കൊണ്ട് ഏറ്റുവാങ്ങുക. യേശുവേ, ഇതാ നീ എന്നെ ഒരു ദൈവത്തിന്റെ മകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ യാഥാർത്ഥ്യമാണ് കാൽവരി നമുക്ക് തരുന്നത്. എന്താ പറയുന്നത്? നീ ഒരു ദൈവത്തിന്റെ മകനാണ്. ഇത് ദൈവം നമ്മളെ പഠിപ്പിച്ചു. യേശു ക്രിസ്തു അത് നമുക്ക് വ്യാഖ്യാനിച്ചു തന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിന്റെ അർത്ഥം എന്താ? യേശുവിന് മനസ്സിലായി നീ ആരാ? ദൈവത്തിന്റെ മകനാണ്. ഇതാരായിരിക്കും യേശുവിനോട് പറഞ്ഞത്? പറഞ്ഞു വിട്ടത് പിതാവ്. പിതാവ് പറഞ്ഞു വിട്ട് നിങ്ങൾ ഇവനെ പ്രാർത്ഥന പഠിപ്പിക്കും, ഇങ്ങനെ വേണം പ്രാർത്ഥിപ്പിക്കാൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ യേശുവിനറിയാം ഈ ഇരിക്കുന്ന ആരാ? ഫാനിന്റെ കാറ്റും കൊണ്ട് അല്ല മയക്കത്തിലിരിക്കുന്ന ഈ പാർട്ടി ആരാ? ആരാ? ദൈവത്തിന്റെ മകൻ. ദൈവത്തിന്റെ മകൻ, മകൾ ഈ ഇരിക്കുന്നത്. ഇത് സഭയ്ക്കറിയാം. അതുകൊണ്ടാണ് മാമോദീസ മുഖ്യപ്പോ തന്നെ പറഞ്ഞു, ഇതാ ഈ മാമോദീസയിൻ നീരിൽ ആത്മാവാ ജാതം ചെയ്തോ ഈ തങ്ക കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭയെ. കണ്ടോ? സഭയോട് പറയുകയാണ്, ഇതാ ഈ മാമോദീസായിൻ നീരിൽ പരിശുദ്ധാത്മാവിനാൽ ജാതം ചെയ്ത ഈ തങ്ക കുഞ്ഞാടിനെ സഭ ഇപ്പോൾ ഏൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുഞ്ഞിനെ മാമോദീസ തൊട്ടിയിൽ നിന്നെടുത്ത് ആർക്ക് കൊടുക്കുന്നത്? തലതൊട്ട വ്യക്തിക്ക് കൊടുക്കുന്നത്. തലതൊട്ട വ്യക്തി പിന്നെ ഇതിനെ കൊണ്ടൊരു പോക്ക് പോവുക. ഇതാരുടെ കുഞ്ഞാ?
സഭയുടെ കുഞ്ഞാണ്. അപ്പൊ സഭയുടെ കുഞ്ഞ് ഇവിടെ വന്നിരുന്നുകൊണ്ട് പൂരം ഉറക്കുകയാണ്. ഈ സഭയുടെ കുഞ്ഞ് തങ്കക്കുഞ്ഞാട് ഒരു കാര്യം ഓർക്കണം. എന്താണ് ഓർക്കേണ്ടത്? ഈ തങ്കക്കുഞ്ഞാട് ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് തുല്യനായി ദൈവം അഭിഷേകം ചെയ്തവൻ. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഈ ഭൂമിയിലെ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? സുഖപ്പെടുത്തുക, മോചിപ്പിക്കുക, സൗഖ്യപ്പെടുത്തുക. ഇതൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഓരോ ക്രിസ്ത്യാനി ആരായിത്തീരണം? ഓരോ സുവിശേഷകനായിത്തീരണം. അത് നമ്മളൊരു ദൈവത്തിന്റെ മകനാണെന്നുള്ള കാര്യം ദൈവത്തിനും അറിയാം, യേശുവിനും അറിയാം, മാലാഖമാർക്കും അറിയാം. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ മകനാണെന്നുള്ള കാര്യം അറിയാൻ മേലാത്ത ഒറ്റ ആളേ ഉള്ളൂ. ആരാ? നമ്മൾ തന്നെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ മറ്റേ സീരിയലും കണ്ട് നമ്മളിരിക്കുക. ഇന്നെങ്കിലും തിരിച്ചറിയുക, ഞാൻ ആരാണ്? ദൈവത്തിന്റെ സാക്ഷാൽ ഒരു മകനാണ്. അങ്ങനെയാണ് ഈ ഭൂമിയിൽ ഇപ്പം ആയിരിക്കുന്നത്. നമ്മൾ പോകേണ്ട സ്ഥലം ഏതാണ്? പിതാവിന്റെ വലതുവശം.